ഫസ്ലു, അറിയാം ആർക്കും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ശരിക്കുള്ള ഉത്തരം. പക്ഷേ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ്. അതായത് നിലവിലത്തെ ഈ സംഘർഷാവസ്ഥ എന്ന് കഴിയും? ഈ ചോദ്യത്തിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു വിഭാഗം ഒരു പക്ഷേ സൗത്ത് കൊറിയയിലുള്ള ആൾക്കാരായിരിക്കും. സൗത്ത് കൊറിയയിലെ ആളുകളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കുളിക്കുന്ന ഷവറിന് താഴെ നിൽക്കുന്ന സമയം കുറക്കണം. കാരണം വെള്ളം ചൂടാക്കണമെങ്കിലും തണുപ്പിക്കണമെങ്കിലും ഫ്യൂവൽ വേണം. ഫ്യൂവൽ കിട്ടാനില്ല. നിങ്ങൾ കുളിക്കുന്നത് കൊള്ളാം, പക്ഷേ കുറച്ച് സമയം എടുക്കാൻ പറ്റുള്ളൂ. സൗത്ത് കൊറിയ. ഇനി നമ്മൾ നേരെ തായ്ലൻഡിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം കണ്ടിരുന്നൊരു ഫോട്ടോ. തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി പുള്ളി ഒരു ഷോർട്ട് സ്ലീവ് ഷർട്ട് ഇട്ട്, സാധാരണ ചില പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ഒരു ഫോർമൽ ആയിക്കൊണ്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. ഷോർട്ട് സ്ലീവ് ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ജനങ്ങളോട് പറയുകയാണ്, ഞാനിതിട്ട് കണ്ടല്ലോ, ഇനി നിങ്ങളും ഷോർട്ട് സ്ലീവ് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് വർക്ക് പ്ലേസിലേക്ക് വരുമ്പോൾ ജാക്കറ്റൊന്നും ഇട്ട് വരരുത്. തായ്ലൻഡിൽ പൊതുവെ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് എയർ കണ്ടീഷൻ എനർജി സേവ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കണം എന്നുള്ളത്. ഞാൻ അടുത്തത് നമുക്ക് പോവാണ് ശ്രീലങ്കയിലോട്ട്. ശ്രീലങ്കയിലോട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്ഡേ പബ്ലിക് ഹോളിഡേ വെനസ്ഡേ വരണ്ട. മാത്രമല്ല ബാക്കിയുള്ള ദിവസം സർക്കാർ ജീവനക്കാർക്ക് പരമാവധി വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് നിങ്ങൾക്ക് കാറും ബൈക്കുള്ളവർക്ക്, കാറുള്ളവന് ഡെയിലി 15 ലിറ്റർ പെട്രോൾ കിട്ടും. ബൈക്കാണെന്നുണ്ടെങ്കിൽ അതുമില്ല, 5 ലിറ്റർ പെട്രോളേ തരത്തുള്ളൂ. നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അകലങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ് യുദ്ധം. നമ്മളെപ്പോലെ മലയാളികൾക്കോ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കൊന്നും ഇത് യാതൊരു വിധത്തിലും ബാധിക്കുന്നൊന്നുമല്ല എന്നതിൽ നിന്ന് മാറി അവനവൻ്റെ അടുക്കളയിൽ വരയ്ക്കും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞ ഗ്യാസിലോ അല്ലെങ്കിൽ പെട്രോളിലോ മാത്രം ഒതുങ്ങുന്നതൊന്നുമല്ല. ഈ റാവുത്തർ ഈ പറഞ്ഞ ഒരു പോയിൻ്റാണ്. ഇത് നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സ്ലീവിലോ ഒരു കുളിയിലോ മാത്രം നിൽക്കുന്ന കാര്യമല്ല. ഈ ഗ്യാസിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഹീലിയം. അത് നമുക്കിപ്പം ഒരു പാർട്ടി സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും അവിടെ വെറ്റി ഹീലിയം ബലൂൺസും നമ്മൾ കാണുന്നില്ല. അതൊക്കെ തമാശയോ അല്ലെങ്കിൽ സന്തോഷമാണ്. പക്ഷേ ഈ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗികൾക്ക്, ഗുരുതരാവസ്ഥയിൽ വരുന്ന പേഷ്യൻസിന് ഹീലിയം വേണം. ആ ഹീലിയത്തിൻ്റെ ലോകത്തിന് വേണ്ടതിൻ്റെ വലിയൊരു ഭാഗം ഈ ഖത്തറിൽ നിന്ന് പോകുന്നതാണ്. അവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ നിൽക്കുന്നതോട് കൂടിയിട്ട് ലോകത്തൊട്ടാകെയുള്ള ഹോസ്പിറ്റലുകളിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ഈ ഒരു ഗ്യാസ് കിട്ടാതെ വരുന്നു എന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതും പോട്ടെ, ഓസ്ട്രേലിയയിലെ കർഷകർ പറഞ്ഞു, ഇത്തവണ ഞങ്ങൾ വിളവിറക്കുന്നില്ല, ഇറക്കുകയാണെങ്കിൽ തന്നെ കുറച്ചേ ഇറക്കുന്നുള്ളൂ. ഓസ്ട്രേലിയ മാത്രമല്ല, ലോകമൊട്ടാകെയുള്ള കർഷകർ ഇപ്പം തീരുമാനിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പെട്രോളിയം, അതുപോലെ തന്നെ പെട്രോള്, ഡീസൽ അല്ലെങ്കിൽ ക്രൂഡ്, ഗ്യാസ്, ഇത് മാത്രമാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത്. അല്ല, അതിൻ്റെ കൂടെ കുറച്ച് ബൈ പ്രോഡക്ട്സ് ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട വളമായിട്ട് ഉപയോഗിക്കുന്നത്. ലോകമൊട്ടാകെയുള്ള ആളുകൾക്ക് വേണ്ട ഈ വളം ഇവിടുന്ന് ഈ ഹോർമൂസ് വഴി എല്ലാ രാജ്യങ്ങളിലേക്ക് എത്തണം. ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള കർഷകർ അവർ ഇന്ന് വിളവിറക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ പട്ടിണിയാവില്ല. പക്ഷേ അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈം ഉണ്ട്. 3 മാസം 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് വരുന്നത്. ആ വിളവെടുക്കുന്ന സമയത്ത് ഇല്ല. കാരണം എന്താ? അവനിത്തവണ, ആ കർഷകൻ ഇത്തവണ കൃഷി എന്നത് മാറ്റിവെച്ചിരിക്കുക. ഒരുപാട് പ്രോഡക്ട്സുകൾ, മരുന്നുൽപാദന മേഖലയിൽ, പ്ലാസ്റ്റിക്, അങ്ങേറ്റം നമ്മുടെ റോഡ് പണിയെ വരെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതെ, അതായത് ഇത് ഇന്ന് ഇപ്പം എന്നത് തീരണം എന്ന് ചോദിച്ചല്ലോ, ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തീരേണ്ടത് ഒരു ഇറാൻ്റെയോ അല്ലെങ്കിൽ ഒരു അമേരിക്കയുടെയോ ഒരു ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ UAE, ഖത്തറോ, ബഹ്റിനോ, കുവൈറ്റോ, ഒമാനോ, ജോർദാനോ ഉൾപ്പെടെയുള്ള ഇതിൽ ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആയിട്ടുള്ളതിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോ രാജ്യങ്ങളുടെ ആവശ്യമല്ല, ലോകത്തിൻ്റെ മൊത്തം ആവശ്യമാണ്. ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില കൂടി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് മാർച്ച് 31. ഏപ്രിൽ 1 തൊട്ട് UAE ഇത്രയും വലിയ ഒരു പെട്രോൾ വില നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ലോകത്തിൻ്റെ എല്ലാ ബാക്കിയുള്ളിടത്തൊക്കെ പെട്രോളിൻ്റെ വില കൂട്ടുന്നതല്ല. സ്ലോവേനിയ എന്നുള്ളത് യൂറോപ്യൻ രാജ്യമാണ്, EU മെമ്പറാണ്. അവർ പറഞ്ഞു കാർ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്ര ലിറ്റർ പെട്രോളേ ഇനി തരാൻ പറ്റുള്ളൂ എന്ന്. മ്യാൻമർ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ കുറച്ച് ദിവസം വന്നാൽ മതി, ആളുകൾ ജോലിക്കൊന്നും പോകണ്ട, സ്കൂളിലും ക്ലാസ്സിനൊക്കെ തന്നെ അവധിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാത്തതിന് ഓരോരുത്തരും പെട്രോൾ വാങ്ങുമ്പോൾ ഒരു QR കോഡ് വെച്ചിട്ട് അത് വെച്ച് അളക്കുകയാണ്. അയാൾ ഇനി നാളെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇന്തോനേഷ്യയിൽ വെള്ളിയാഴ്ച സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോമാണ്. പോരാത്തതിന് ഇതുപോലെ തന്നെ അവർക്കും അവിടെ പെട്രോളിനും ഡീസലിനും റേഷൻ വെച്ചിരിക്കുക. ഫിലിപ്പീൻസ് എന്നുള്ള രാജ്യത്ത് അടിയന്തരാവസ്ഥ, എനർജി എമർജൻസി, നമ്മളിത് കേട്ടിട്ട് പോലില്ല. പെട്രോളും ഡീസലും വരുന്ന കാര്യത്തിൽ വിതരണം ചെയ്യുന്നതിന് അടിയന്തരാവസ്ഥ. ഈജിപ്റ്റ് ടൂറിസ്റ്റുകളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന
9 മണിയാകുമ്പോഴേക്ക് കട അടച്ചോളണം, 5 ദിവസം വർക്ക് ചെയ്താൽ മതി. പാകിസ്ഥാനിലെ കുട്ടികൾക്കെല്ലാം തന്നെ ഈ ഒരു ഇഷ്യൂ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് ഓൺലൈനിലേക്ക് മാറി. UAE ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടേത് ഓൺലൈനാക്കി. അതുപോലെ തന്നെ വലിയൊരു ജനറേഷൻ സ്റ്റുഡൻസ് ഉണ്ട്. CBSE കുട്ടികളുടെ പരീക്ഷ, IGSE കുട്ടികളുടെ പരീക്ഷ, IB സിലബസിലെ കുട്ടികളുടെ പരീക്ഷ, കേരള സിലബസിലെ കുട്ടികളുടെ പരീക്ഷ. അതായത് 10-12 വർഷം പഠിച്ചിട്ട് അവരുടെ ഫൈനൽ റിസൾട്ട് പരീക്ഷ എഴുതിയിട്ട് 1ാം റാങ്ക് വാങ്ങണം, എനിക്ക് വലിയ യൂണിവേഴ്സിറ്റികളിൽ പോകണമെന്നില്ല. ആ കുട്ടികൾക്കൊക്കെ ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഇത് ഒരു രാജ്യത്തിനെയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെയോ അല്ല ബാധിക്കുന്നത്, ലോകം മുഴുവൻ ബാധിക്കുന്ന 1970-ലെ എനർജി ക്രൈസിസ് ഉണ്ട്. പണ്ട് ഈ ഒരു പലസ്തീൻ ഇഷ്യൂ വന്നപ്പം സൗദി അറേബ്യ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഓയിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു ക്രൈസിസ് ഉണ്ട്. അതിനേക്കാൾ വലിയൊരു ക്രൈസിസായി വളർന്നതുകൊണ്ട് തന്നെ ഇത് പരിഹാരമാവേണ്ടത് ട്രംപ് ഉൾപ്പെടെയുള്ള UAE-യിലുള്ള ഖത്തറിലും സൗദിയിലും കുവൈറ്റിലൊക്കെ ഉള്ള രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ എല്ലാവരുടെയും ആവശ്യമായതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പ് പറയുക, ഇത് ഒരാളെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ ഇതിന് പരിഹാരം കണ്ടെത്തുന്നത് വൈകുമായിരുന്നു. ഇത് ലോകത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരമുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഇതിന് പരിഹാരം വേഗം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രത്യാശ നമുക്ക് വയ്ക്കാം. കൃത്യമായ ഉത്തരം ആൾക്കും നൽകാൻ കഴിയാത്തൊരു ചോദ്യമാണ് അല്ലേ? എങ്കിലും ഈ പറഞ്ഞ കണക്ക് എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ, എല്ലാവർക്കും സമാധാനത്തിൻ്റെ പാതയിൽ പോകാൻ കഴിയട്ടെ.